ശുഭദിനം സുഹൃത്തുക്കളെ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാൻ തോന്നി. ഞാനൊരു ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റ് ഇതാണ്. ആ പോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 3 സഹോദരന്മാർ സൈമൾട്ടേനിയസ്ലി അവരുടെ ഭാര്യമാരെ ഡിവോഴ്സ് ചെയ്തിരിക്കുകയാണ്. റീസൺ വന്നിട്ട് അവരുടെ അമ്മേനെ നേരായിട്ട് നോക്കുന്നില്ല എന്നുള്ളൊരു റീസൺ കൊണ്ടാണ് അവർ 3 സഹോദരന്മാരും 3 ഭാര്യമാരെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഡൈവോഴ്സ് ചെയ്യാനുണ്ടായ കാരണം. അപ്പോൾ ഇതിന് താഴെ പെൺകുട്ടികൾ ഇട്ടിരിക്കുന്ന കമൻറ്റാണ് ഏറ്റവും രസകരം. അമ്മേനെ നോക്കാനാണെങ്കിൽ വേലക്കാരി പോരെ. അതിന് താഴെ കണ്ടൊരു കമൻറ്റാണ്, അങ്ങനെയാണെങ്കിൽ ഇവർ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്തരത്തിലുള്ള കമൻസാണ് പെൺകുട്ടികളിൽ നിന്നും ഭൂരിഭാഗമായിട്ട് വന്നിരിക്കുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അമ്മമാരെ നോക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കരുത്. കാരണം വിവാഹം എന്ന് പറഞ്ഞാൽ 2 വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലല്ല, 2 കുടുംബങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലാണ്. അപ്പോൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ അതിൽ അച്ഛനമ്മമാരെ നോക്കേണ്ടി വരും. ചിലപ്പോൾ ഭർത്താവിൻ്റെ വീട് എന്നല്ല, സ്വന്തം വീട്. അത് നമ്മുടെ സ്വന്തം വീട് തന്നെയാണ്. പെൺകുട്ടികളോടാണ് പറയാനുള്ളത്, സ്വന്തം വീട് തന്നെയാണ്. അപ്പോൾ ആ വീട്ടിലെ ജോലി ചെയ്യേണ്ടി വരും, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. വിവാഹമാണ് നിങ്ങൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? വിവാഹം ഒരിക്കലും 2 വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലല്ല, 2 കുടുംബങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലാണ്. അല്ല, നിങ്ങൾക്ക് ഭർത്താവിൻ്റെ അച്ഛനമ്മേനെയും സ്വന്തം അച്ഛനമ്മേനെയും ഒന്നും നോക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാർട്ട്നേഴ്സായിട്ട് തുടരുക. ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ ഇന്നത്തെ കാലത്ത്, അത് സർവ്വസാധാരണമാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതിലിത്തരം അച്ഛനെ നോക്കുക, അമ്മയെ നോക്കുക, അല്ലെങ്കിൽ കുട്ടികളെ നോക്കുക, ഇത്തരം ബന്ധനങ്ങളുടെ കെട്ടുപാടുണ്ടായിരിക്കില്ല. വിവാഹം കഴിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ചിലപ്പോൾ ഭർത്താവിൻ്റെ അച്ഛനെ നോക്കേണ്ടി വരും, ഭർത്താവിൻ്റെ അമ്മേനെ നോക്കേണ്ടി വരും. ആണുങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പെൺകുട്ടികളുടെ അച്ഛനെയും അമ്മയും ചിലപ്പോൾ നോക്കേണ്ടി വരും. ഓക്കെ, താങ്ക് യു.